ഹായ് ഓൾ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോസസ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ തിയററ്റിക്കൽ ഏരിയ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ പ്രോബ്ലം ഏരിയയിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കാം. അതിലുള്ള 7 തരമാണ് നമുക്ക് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് ആണ്, അതായത് വിത്തൗട്ട് ദ പ്രോസസ് ലോസ് ഒന്നും ഇല്ലാത്ത പ്രോസസ് അക്കൗണ്ട്, അതാണ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് നോർമൽ പ്രോസസ് ലോസസ്, അതായത് ഒരു പ്രൊഡക്ഷനിൽ നോർമൽ ലോസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുന്നത്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് അബ്നോർമൽ പ്രോസസ് ലോസസ്, അതായത് നമ്മൾ വിചാരിച്ചതിലും നോർമലായിട്ട് എന്തായാലും ലോസ് ഉണ്ടാവും, അതിലും കൂടുതലായിട്ട് ലോസ് ഉണ്ടാവുകയാണ് അബ്നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ലോസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ ട്രീറ്റ് ചെയ്യുക. ദെൻ പ്രോസസ് കോസ്റ്റിംഗ് വിത്ത് പ്രോസസ് ഗെയിൻ, അതായത് അബ്നോർമൽ ഗെയിൻ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ആ പ്രോസസ്സിൽ നിന്നും ഗെയിൻ കിട്ടുകയാണ്, അതായത് ലാഭം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യുക. ദെൻ വാലുവേഷൻ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്, ദെൻ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് ആൻഡ് ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ്. ഇത്രയും തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോസസ് കോസ്റ്റിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ നമുക്ക് ഈ ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കാനുള്ളത് എന്താണ്, ഈ ഒരു 4 സിറ്റുവേഷൻ, ഫസ്റ്റിലെ 4 സിറ്റുവേഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം വിത്തൗട്ട് ലോസ്, ദെൻ നോർമൽ പ്രോസസ്സിൽ നോർമൽ ലോസ് ഉണ്ടാവുമ്പം, ദെൻ അബ്നോർമൽ ലോസ് ഉണ്ടാവുമ്പം, അതേപോലെ അബ്നോർമൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. വേണമെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് കൂടിയും ചിലപ്പം നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളൂ. PG ലെവലിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ജോയിൻറ്റ് പ്രോഡക്ട്സിനെ കുറിച്ചും ബൈ പ്രോഡക്ട്സും അതൊക്കെ നിങ്ങൾ PG ലെവലിലാണ് പഠിക്കുക. അപ്പോൾ ഇത്രയും നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഈ ഫസ്റ്റ് കേസാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് വിത്തൗട്ട് പ്രോസസ് ലോസസ്. ഇവിടെ ലോസുകളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, വെരി ഈസി ടു പ്രിപ്പയർ ദ പ്രോസസ് അക്കൗണ്ട് ആണ്, അതായത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതും വളരെ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു അക്കൗണ്ട്. ഈ മെത്തേഡാണ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. എ സെപ്പറേറ്റ് അക്കൗണ്ട് ഇസ് ഓപ്പൺ ഫോർ ഈച്ച് പ്രോസസ്. നമ്മളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ പറഞ്ഞ പോലെ ഓരോന്നിനും എന്താണ്, ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓൾ ദ കോസ്റ്റ്, അതായത് മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓവർഹെഡ് ആർ ഡെബിറ്റഡ് ടു ദ പ്രോസസ് അക്കൗണ്ട്. പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കണം എല്ലാ എക്സ്പെൻസുകളും എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാ കോസ്റ്റുകളും എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ഇതാണ് നമ്മളെ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ പ്രൊഫോമ, സ്പെസിമെൻ എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ പെർട്ടിക്കുലറിന് 2 എമൗണ്ട് കോളംസ് ഉണ്ടാവും. ഒന്ന് യൂണിറ്റ് കോളം ആയിരിക്കും, ഒന്ന് എമൗണ്ട് കോളം ആയിരിക്കും. ഒരു കോളംനാർ ഫോമിലായിരിക്കും ഇത് ഉണ്ടാവുക. ദെൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോസസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, അതാണ് അവസാനം വരുന്ന ബൈ നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് എഴുതുക, പോസ്റ്റ് ചെയ്യുക. അതാണ് ഈ ട്രാൻസ്ഫർ ഓഫ് ഔട്ട്പുട്ട്. ഇത് ഈ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത പ്രോസസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ദെൻ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഓഫ് ദ സബ്സീക്വൻറ്റ് പ്രോസസ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഈ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ടാണ് വരിക. അതായത് സബ്സീക്വൻറ്റ് പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് പ്രോസസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഒബ്റ്റൈൻഡ്. ഓരോ പ്രോസസ്സിൻ്റെയും എൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്. എത്രയാണോ ടോട്ടൽ യൂണിറ്റ്സ് അതിനെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് പെർ കോസ്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു സ്പെസിമെൻ ഫോം. ഡെബിറ്റ് സൈഡിൽ എല്ലാ കോസ്റ്റുകളും നമ്മൾ എഴുതും. ദെൻ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഇതിൽ പറഞ്ഞ സ്ക്രാപ്പിൻ്റെയും സെയിൽസിൻ്റെയും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരികയാണെങ്കിലാണ് എഴുതുക. ഇത് സിമ്പിൾ ആയതുകൊണ്ട് നമുക്കിവിടെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർഫോമ എന്ത് ചെയ്യുക, നോട്ടിലോട്ട് വരച്ച് വെക്കുക. ഈ ഒരു പെർഫോമ പഠിക്കുക. ഇതാണ് ബേസിക് പ്രൊഫോമ. ഇതിലേക്ക് ഇനി എന്ത് ചെയ്യാണ്, ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതിനനുസരിച്ച്
മാറുകയാണ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യനെ നിങ്ങൾ നോട്ടിലോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? ദ പ്രോഡക്റ്റ് എക്സ് റിക്വയർ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് എത്ര പ്രോസസ്സ് ഉണ്ട്? 3 പ്രോസസ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ഈ ഒരു പ്രോഡക്റ്റിന് 3 പ്രോസസ്സാണുള്ളത്. ആൻഡ് ആഫ്റ്റർ ദ തേർഡ് പ്രോസസ്സ്, അതായത് അവസാനത്തെ പ്രോസസ്സ് ആവുമ്പം ദ പ്രോഡക്റ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദ വാരിയസ് പ്രോസസ് അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളോട് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ പ്രോസസ് 1ൻ്റെയും പ്രോസസ് 2ൻ്റെയും പ്രോസസ് 3യിലെയും മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആണ് തന്നിരിക്കുന്നത്. ഓരോ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് പ്രോസസ് 1ൽ 4000 ആണ്, പ്രോസസ് 2ൽ 600 ആണ്, പ്രോസസ് 3ൽ 400 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഉള്ളത്. അതേപോലെ ഡയറക്റ്റ് ലേബേഴ്സ്, ഇതിൻ്റെ മൊത്തം ടോട്ടലാണ് ടോട്ടൽ എന്ന് പറഞ്ഞ ഈ കോളത്തിൽ തന്നിട്ടുള്ളത്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് തന്നത് ടോട്ടൽ മാത്രമാണ് 6000 തന്നിട്ടുണ്ട്. അത് P1ലും P2ലും P3ലും അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷേ അതിന് പകരം നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ദ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ടു ബി അലോക്കേറ്റഡ് ടു ഡിഫറെൻറ്റ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് 150% ഓഫ് ദി ഡയറക്റ്റ് വേജസ്. ഓരോ പ്രോസസ് അക്കൗണ്ടിലെയും വേജസിൻ്റെ 150%അനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ത് ചെയ്യേണ്ടത്? ഇത് കൊടുക്കേണ്ടത്, ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ദെൻ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരീഡ് വാസ് 200 യൂണിറ്റ്. മൊത്തം യൂണിറ്റ് തന്നിരിക്കുന്നത് 200 യൂണിറ്റ് ആണ്. അസ്യൂം ദർ ഇസ് നോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ലയെന്ന് അസ്യൂം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോസസ് അക്കൗണ്ട് തയ്യാറാക്കുക? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കാം. നമുക്ക് 3 പ്രോസസ് അക്കൗണ്ട് ഉണ്ടാക്കണം. കാരണം ഇവിടെ 3 സ്റ്റേജസ് ആണ്, 3 പ്രോസസ്സാണ് ഇതിനുള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ പ്രോസസ് അക്കൗണ്ട് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ പ്രോസസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോസസ് 1 അക്കൗണ്ട് എന്ന് എഴുതാം. ഫസ്റ്റ് പ്രോസസ് അക്കൗണ്ട് അല്ലേ, അപ്പോൾ പ്രോസസ് 1 അക്കൗണ്ട് എന്ന് എഴുതാം. ദെൻ നമുക്ക് ആ പ്രൊഫോമ പ്രകാരം എന്ത് ചെയ്യാം? ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഓക്കെ, ഇവിടെ പ്രോസസ് 1ൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഇത്രയും കാര്യങ്ങൾ എഴുതാം. ആദ്യം തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് അല്ലേ, ഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, മൊത്തം നമുക്ക് യൂണിറ്റ്സ് എത്രയാണ് തന്നത്? 200 യൂണിറ്റ് ആണ് മൊത്തം ഉള്ളത്. അപ്പോൾ മെറ്റീരിയൽ നമ്മളതിൻ്റെ യൂണിറ്റ് കൺസിഡർ ചെയ്ത് എഴുതണം. അപ്പോൾ യൂണിറ്റ് ഉള്ളത് 200 യൂണിറ്റ് ആണ്. അപ്പോൾ 200 യൂണിറ്റ് റുപ്പീസ് എത്രയാണ് മൊത്തം? ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്കുള്ളത് 4000 ആണ് P1ലുള്ളത് അല്ലേ, 4000. ദെൻ നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ ആണ്, ഡയറക്റ്റ് ലേബർ. ഇനി നമ്മൾ 200 യൂണിറ്റ് എന്ന് പറഞ്ഞ് എഴുതേണ്ട ആവശ്യമില്ല. എന്താണ് ഡയറക്റ്റ് ലേബർ നമുക്കുള്ളത് എത്രയാണ്? പ്രോസസ് 1ൽ ഡയറക്റ്റ് ലേബർ ഉള്ളത് 1500 ആണ്, 1500. ദെൻ അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ് തന്നിട്ടുള്ളത്? ഡയറക്റ്റ് എക്സ്പെൻസസ് 500 ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ളത്. ഇനി ഓവർ ഹെഡ് ആണ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് നമ്മൾ പറഞ്ഞത് എന്താണ്? വേജിൻ്റെ 150% ആണ്. അപ്പോൾ ഇവിടെ പ്രോസസ് 1ൽ വേജ് എന്ന് പറയുന്നത് 1500 ആണ്. അപ്പം 1500ൻ്റെ 150% നമ്മൾ കാണണം. അപ്പം 150% ഓഫ് 1500 നമ്മൾ എന്ത് ചെയ്യണം? കണ്ട് പിടിക്കണം. അത് എത്ര ആയിരിക്കും? 2250 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ് അക്കൗണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് പ്രോസസ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സാധാ പോലെ നമ്മളെല്ലാ അക്കൗണ്ടും ചെയ്യുന്ന പോലെ ടാലി, അതായത് ബാലൻസ് എഴുതുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് 200 യൂണിറ്റ്സ് ആണ് ഇവിടെ. ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8250 ആണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ അതേപോലെ ഇവിടെയും ഈ സൈഡിലും ചെയ്യുക. 200 യൂണിറ്റ്സും 8250. ഇനി നമുക്കിതിൻ്റെ ബാലൻസ്, അതായത് ഇത് ടാലി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മൾ ഔട്ട്പുട്ട് എന്നാണ് പറയുക. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതുക? ബൈ പ്രോസസ് ടു അക്കൗണ്ട്. അതായത് നെക്സ്റ്റ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഈ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പം ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ് ട്രാൻസ്ഫർ. ഓക്കെ, ട്രാൻസ്ഫർ. അപ്പോൾ എത്രയായിരിക്കും? 200 യൂണിറ്റും അതേപോലെ 8250. ഓക്കെ, കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? ഓരോ പ്രോസസ്സിൻ്റെയും ലാസ്റ്റിൽ നമ്മളതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നോക്കാം, കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. യൂണിറ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു മൊത്തം ഔട്ട്പുട്ട് എത്രയാണ്? 8250 ആണ് അല്ലേ? 8250 ഡിവൈഡഡ് ബൈ 200 യൂണിറ്റ്സ് ആണുള്ളത് മൊത്തം. അപ്പോൾ എത്രയാണ്? ആ ഒരു പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 41.25. ഓക്കെ, ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം പ്രോസസ് ടു അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. അതായത് 3 പ്രോസസ്സുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. അതിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പഴയ പ്രോസസ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഔട്ട്പുട്ടിനെ നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് എത്രയായിരുന്നു? നമുക്ക് 200 യൂണിറ്റ്സും 8250 ഇതുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞതിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ ടു പ്രോസസ് 1 അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. എത്രയാണ്? 200 യൂണിറ്റ്സും 8250 യൂണിറ്റ്സും. ബാക്കി ഇനി എന്ത് ചെയ്യുക? ഈ പ്രോസസ് 2യിലുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ആ കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം പ്രോസസ് 1 എന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു 8250. ദെൻ ആ പ്രോസസ് 2യിലെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് വേജിൻ്റെ 150% ആണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ വേജ് എന്ന് പറയുന്നത് പ്രോസസ് 2ൽ എത്രയാണ്? 1600 ആണ് വേജ് ഉള്ളത്. ഇതിൻ്റെ 150% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ടാലി ചെയ്യണം. 200 ഇതിൻ്റെ ടോട്ടലായിട്ട് 13,150 വരും. ദെൻ ഇവിടെയും 200, ദെൻ 13,150. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഇനി മൂന്നാമത്തെ ഒരു പ്രോസസ്സ് കൂടി ഉണ്ട്. ആ പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ബൈ പ്രോസസ് തേർഡ് അക്കൗണ്ട്. ഓക്കെ, മൂന്നാമത്തെ അക്കൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ദെൻ 200 യൂണിറ്റ്, ദെൻ 13,150. ഇനി അതേപോലെ ഈ ഒരു അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു എത്രയാണ്? 13,150 ഡിവൈഡഡ് ബൈ 200 എത്ര വരും? ₹65.75 ആണ് ഈ അക്കൗണ്ടിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ ലാസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതോടുകൂടിയിട്ട് ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് തേർഡ് അക്കൗണ്ടാണ്. മൂന്നാമത്തെ പ്രോസസ്സാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ പ്രോസസ് അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആദ്യം ഇവിടെ ബൈ പ്രോസസ് തേർഡ് അക്കൗണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് പ്രോസസ് തേർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടേക്ക് നമ്മൾ എഴുതുമ്പോൾ ടു പ്രോസസ് സെക്കൻഡ് അക്കൗണ്ട് എന്ന് എഴുതണം. കാരണം ഇത് സെക്കൻഡ് അക്കൗണ്ട് എന്ന് വന്നിട്ടുള്ളതാണ്, ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 200 യൂണിറ്റും 13,150. ദെൻ ഈ പ്രോസസ് അക്കൗണ്ടിലുള്ള ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 400 ആണ്. ദെൻ ഡയറക്റ്റ് ലേബർ തന്നിരിക്കുന്നത് 900 ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് പ്രോസസ് തേർഡ് അക്കൗണ്ടിൽ ഇല്ല, അതുകൊണ്ട് അവിടെ നില്ല്. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ആ പ്രോസസ് തേർഡ് അക്കൗണ്ടിലെ ലേബർ എത്രയാണ്? 900 ആണ്. അതായത് വേജ് 900 ആണ്. ഇതിൻ്റെ 150% ആണ് നമ്മൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കാണേണ്ടത്. അത് 1350. ഇനി നമ്മൾ സാധാ പോലെ ഇനി എന്ത് ചെയ്യുന്നു? ടാലി ചെയ്യുന്നു. 200 ദെൻ ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15,800. ഓക്കെ, 200 15,800.
ഈ തേർഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഈ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ടൊരു പ്രോസസ്സ് അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാലൻസ് ഒരിക്കലും തന്നെ നെക്സ്റ്റ് പ്രോസസ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. കംപ്ലീറ്റ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ എഴുതേണ്ടത് ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ്. ഓക്കെ, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് നമ്മളിതിനെ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം അക്കൗണ്ട് എത്രയാണ്? 200, ദെൻ 15,800. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നു. കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരും? 15,800 ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു എത്ര വന്നു? 79 റുപ്പീസ്. 79 ആണ് എന്ത് വരുന്നത്? കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോസസ്സ് അക്കൗണ്ട് തയ്യാറാക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യണം? എത്ര പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ആദ്യം നോക്കണം. എന്നിട്ട് അതിനനുസരിച്ച് അതിൻ്റെ പ്രോസസ്സ് അക്കൗണ്ടും ലാസ്റ്റ് പ്രോസസ്സ് അക്കൗണ്ട്, അതായത് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്ന് നോക്കുക. എന്നിട്ട് ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ക്ലാസ്സിൽ തരാം. ഓക്കെ, താങ്ക് യു.